അഭിമന്യ ജോസഫ് സ്രാമ്പിക്കൽ പിതാവേ, അഭിമന്യ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവേ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള എൻ്റെ ജ്ഞാനായ മക്കളെ, അല്പം മുമ്പ് വളരെ വികാരത്തോടുകൂടി നമ്മൾ കണ്ട ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം സംവിധാനം ചെയ്ത ഷാജി ചിറമേൽ ആദ്യത്തെ വാഴ്വിന് എഴുതിയ ഒരു ഗാനമാണ് ദൈവം തന്നൊരു വാഴ്വ്, ദൈവജനത്തിൻ്റെ വാഴ്വ്. ദൈവത്തോടും സഭയോടും സമുദായത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ജനതയുടെ മഹാസംഗമത്തിൽ നാം ഒന്നു ചേരുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്, നമ്മുടെ പൂർവപിതാക്കന്മാരുടെ അനുഗ്രഹ ആശിസ്സുകളുമുണ്ട്. ഇവിടെ നാം ഒത്തുചേർന്ന് ഒരു കുടുംബം എന്ന നിലയിൽ സഭയോടും സമുദായത്തോടും ചേർന്ന് നിന്ന്, അഭിമന്യ പിതാക്കന്മാരോടും വൈദികരോടും ചേർന്ന് നിന്ന് സഭയുടെ ബലിയർപ്പിച്ച്, ദൈവത്തിൻ്റെ ബലിയർപ്പിച്ച് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ഈ മഹാസംഗമം ഹൃദയത്തിൻ്റെ വിശുദ്ധിയോടെ, ഹൃദയത്തിൻ്റെ നറിമെല്ലത്തോടെ, ഹൃദയത്തിൻ്റെ സന്തോഷത്തോടെ, ഹൃദയത്തിൻ്റെ സ്നേഹത്തോടെ നാം ആഘോഷിക്കുമ്പോൾ ഇവിടെ ദൈവം സന്നിഹിതനാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വാഴ്വ് തന്നെയാണ് ഇത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ കയ്യൊപ്പു ചാർത്തി ദൈവം ഭൂമിയിലേക്ക് അയച്ച ജനതയാണ് ക്നാനായ മക്കൾ. യഹൂദ പാരമ്പര്യം പേറുന്ന ഈ ക്നാനായ മക്കൾ തങ്ങളുടെ ജീവിതവും ജീവനും ദൈവത്തിനും സഭയ്ക്കും വേണ്ടി സമർപ്പിച്ച പൂർവികരുടെ പിൻഗാമികളാകുമ്പോൾ തീർച്ചയായും അവർക്ക് സഭയോട് ചേർന്നിരിക്കാതിരിക്കാൻ പറ്റില്ല, ദൈവത്തോട് ചേർന്നിരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ദൈവത്തോടും സഭയോടും സമുദായത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ജനതയുടെ മഹാസംഗമത്തെ നാം വിളിക്കുന്ന പേരാണ് വാഴ്വ്. ഇവിടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. പുഞ്ചിരിക്കുന്ന മുഖവും സ്നേഹിക്കുന്ന ഹൃദയവും കൊണ്ട് എല്ലാവരും ഒന്നു ചേർന്ന് ഒരു കുടുംബമായിട്ട് തീരുന്ന ഈ സംഗമത്തിൻ്റെ ചെയർമാനായി നിൽക്കാൻ സാധിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. 15 ക്നാനായ മിഷനുകൾ ഈ UK സ്ഥാപിതമായിട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ക്നാനായ മിഷനുകളാണ്. അഭിമന്യ സ്രാമ്പിക്കൽ പിതാവിൻ്റെയും ഗ്രേറ്റ് വുട്ടൻ രൂപതയുടെയും ഒക്കെ വലിയ സഹായത്താലും വലിയ സന്മനസ്സാലും നമുക്ക് വേണ്ടി സജിയച്ചനിലൂടെ 15 കാനായ മിഷനുകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നും ഈ സമുദായത്തിനും ഈ ക്നാനായ മിഷനുകൾക്കും ദൈവം കോരിച്ചൊരിയുന്നു എന്നതിൽ പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്നാനായക്കാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് UK അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ ആദ്യമായിട്ട് ക്നാനായക്കാർക്ക് വേണ്ടി ദൈവം ഒരു ദേവാലയം ഒരുക്കി തന്നു എന്നത് ദൈവം ഈ ജനതയെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്, ദൈവത്തോടുള്ള നന്ദിയുണ്ട്. നമുക്കറിയാം എത്രമാത്രം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. ഓരോ നിമിഷവും ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും വേറൊരു തരത്തിൽ ദൈവം നമ്മെ എത്രമാത്രം കരുതലോടെ കാക്കുന്നുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ ദാനിയേൽ പൂവണ്ണത്തിലച്ചൻ്റെ ധ്യാനം നടന്നപ്പോൾ 500-ൽ പരം ആൾക്കാർ 3-4 ദിവസം താമസിച്ച് അഭിഷേകത്താൽ നിറഞ്ഞതിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ, അതുപോലെ ലീജൻ ഓഫ് മേരി ക്നാഫയർ ടീമുകളുടെ നിരന്തരമായ പ്രാർത്ഥനകളുടെ പവർ സോഴ്സ് കൊണ്ട് അനുഗ്രഹീതമാകുന്ന ഒരു ജനത, അതുപോലെ തന്നെ
ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ വൈദികർ തങ്ങളുടെ ജീവിതവും ജീവനും നമുക്ക് വേണ്ടി സമർപ്പിച്ച് എല്ലാ ത്യാഗങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന തീഷ്ണമതികളായ വൈദികരുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ എല്ലാ ആഴ്ചയും ഒന്നിച്ചുകൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒന്നിച്ചാലോചിക്കുകയും ചെയ്യുന്നതിൻ്റെ നന്മയുടെ വാഴ്വ് തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ജനത തന്നെയാണ്. എത്ര അൽമായരുടെ കണ്ണുനീരും വിയർപ്പും പ്രാർത്ഥനയും ഇവിടെയുണ്ട്. എത്ര കുട്ടികളുടെ കണ്ണുനീരും പ്രാർത്ഥനകളുമുണ്ട്. എത്ര യുവജനങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും നമ്മുടെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. 1000-ൽ പരം കുട്ടികൾ വേദപാഠം പഠിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്ന് രാവിലെ നമ്മൾ കുർബാനയ്ക്ക് കണ്ടതല്ലേ, 15 മിഷനുകളിൽ നിന്നും ഒരു മാസ് സെൻറ്ററിൽ നിന്നുമായിട്ട് മാസങ്ങളായിക്കൊണ്ട് ബൈബിൾ എഴുതുന്നതിന് മുമ്പ്, ഞാൻ പറയുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലൊരു ആശങ്കയുണ്ടായിരുന്നു. ദൈവമേ, ഈ ബൈബിൾ മുഴുവനും എല്ലാവരും എഴുതിക്കൊണ്ട് വന്നാൽ എവിടെ വെക്കാൻ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട് ദൈവമേ എന്ന് ചോദിച്ചപ്പോൾ, ബൈബിൾ എഴുതി തീർന്നപ്പോൾ തന്നെ ദൈവം നമുക്ക് വെക്കാൻ ഒരു ഭവനം തന്നു എന്നത് ദൈവത്തിൻ്റെ വാഴ്വല്ലേ? ഈ അനുഗ്രഹങ്ങൾക്ക് എത്രമാത്രം ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതിയാകില്ല. നമ്മൾ ഒന്ന് ചേർന്ന് നിൽക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം, ഒരുമയോടെ പ്രവർത്തിക്കണം. ഇനിയും ദൈവം നമ്മെ വളർത്തിക്കൊണ്ടിരിക്കും. തകർക്കാൻ ശ്രമിക്കുന്നവരെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ ജ്ഞാനായ മക്കളെ തകർക്കാനാവില്ല എന്ന് ഉറക്കെ പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. കാരണം ദൈവമാണ് നമ്മെ നയിക്കുന്നത്. മനുഷ്യൻ നയിച്ചാൽ നമ്മൾ തകർന്നു പോകും, ദൈവം നയിച്ചാൽ തകരില്ല. ജ്ഞാനായ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയാം. ചിലപ്പോഴൊക്കെ പല അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും ഒക്കെ നടത്തി നമ്മെ തളർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. കൂദാശ നിഷേധം, അതുപോലെ തന്നെ നമ്മളെ ലയിപ്പിക്കൽ, അതുപോലെ തന്നെ മാതൃ ഇടവകാംഗത്വം നഷ്ടപ്പെടും തുടങ്ങിയ നുണപ്രചരണങ്ങളൊക്കെ നടത്തി കറതീർന്ന ജ്ഞാനായക്കാരെ വഴിതെറ്റിച്ചു പോകാമെന്ന് ആരെങ്കിലും കരുതിയാൽ അത് മൂഢസ്വപ്നമാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ദൈവം തന്ന ഈ ജനത്തെ ദൈവം കൈകോർപ്പ് പിടിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് കൈകോർപ്പ് പിടിക്കുമ്പോൾ, ദൈവത്തിനോട് ചേർന്ന് നമ്മൾ കൈപിടിച്ച് നടക്കുമ്പോൾ നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കുമാകില്ല. കൈപിടിച്ച് നടന്നാൽ ലക്ഷ്യത്തിൽ നമ്മൾ ഒന്ന് ചേർന്ന് എത്തിച്ചേരും. കൈവെട്ടു കുതറിപ്പോയാൽ കുപ്പയിലേക്കാണ് പോകുന്നതെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഒന്നിച്ചു നിന്നാൽ ദൈവത്തിൻ്റെ പക്കലേക്ക് ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, ഒരേ ആത്മാവോടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ വാഴ്വിന് അഭിവന്യ പിതാക്കന്മാരുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ മൂലക്കാട്ട് മെത്രാപ്പോലീത്തായും അതുപോലെ തന്നെ നമുക്ക് മുമ്പേ വഴിതെളിച്ചു പോയ സജിയച്ചനുമൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നിട്ടുണ്ട്. അവരുടെ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നമ്മളോടുകൂടിയുണ്ട്. തീർച്ചയായിട്ടും അഭിവന്യ പണ്ടാരശ്ശേരി പിതാവിൻ്റെ സാന്നിധ്യം നമ്മളോട് ഒത്തുചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി നല്ല വചന സന്ദേശം നൽകി ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എല്ലാ സമയവും വിളിച്ചു ചോദിക്കുന്ന പണ്ടാരശ്ശേരി പിതാവിൻ്റെ സാന്നിധ്യമൊക്കെ നമുക്ക് വലിയ അനുഗ്രഹമാണ്. അതുപോലെ ശ്രാമ്പിക്ക പിതാവിനെ എനിക്ക് 1.5 വർഷത്തെ പരിചയമുള്ളൂ. പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്. ഞാൻ ഇതുവരെയും ഒരു പുരോഹിത ശ്രേഷ്ഠനെയും ഇത്ര സമയം പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയേറെ പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ട് ഈ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയെയും ജ്ഞാനായ സമുദായത്തെയും ജ്ഞാനായ മിഷനുകളെയും നയിക്കുന്ന അഭിവന്യ പിതാവിലൂടെ തന്നെ നമുക്കിനിയും മിഷനുകൾ ഉണ്ടാകും, ഇനിയും പള്ളികൾ ഉണ്ടാകും. നമ്മെ വളർത്താൻ നമ്മുടെ പിതാവ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനിയും ദൈവം വളർത്താൻ ഉദ്ദേശിച്ചാൽ ആരും തകർക്കാൻ നോക്കിയാൽ തകരില്ല. ദൈവം വളർത്തും. സഹിഷ്ണുതയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. എത്ര മനോഹരമായ ഈ വാഴ്വ് ക്രമീകരിക്കുവാൻ വേണ്ടി
അധ്വാനിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ആരെയും പേരെടുത്ത് പറയുന്നില്ല. ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ അനേകം കമ്മിറ്റികൾ ദിനരാത്രങ്ങൾ അധ്വാനിച്ചതിൻ്റെ ആ ഫലമാണ് നാം ഇന്ന് കൊയ്യുക. കൃത്യസമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു പോകുന്ന, വളരെ അടുക്കും ചിട്ടയോടും കൂടി മാത്രം കാര്യങ്ങൾ നീങ്ങുന്ന ഈ ഒരു വലിയ വാഴ്വിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ.